ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു നൈറ്റി കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടാണ് നൈറ്റി കട്ട് ചെയ്യാനായിട്ടൊക്കെ ഇട്ട് വിരിച്ച് അത് മാർക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മാർക്ക് ചെയ്ത ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത പീസുകളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് ആദ്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്യുന്നതല്ല, മാർക്ക് ചെയ്യണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 4 ആക്കി മടക്കിയിട്ടേക്കാണ് നൈറ്റി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3:20 ബിറ്റാണ് കേട്ടോ. നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് അളക്കുക, എന്നാലാണ് മുകളിൽ നിന്ന് നമുക്ക് 3/4 സ്ലീവ് സുഖമായിട്ട് കിട്ടുള്ളൂ. അതായത് ഓപ്പൺ സൈഡിൽ നിന്നാണ് നമ്മൾ അളക്കണത്. 4 ആക്കി മടക്കിയിട്ടിട്ട് ഓപ്പൺ സൈഡിൽ നിന്നാണ് കേട്ടോ, താഴ്ഭാഗത്ത് നിന്നാണ് അളക്കണത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ആ പീസുകളെല്ലാം യോജിപ്പിച്ച് വെച്ചേക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ഞാനൊരു 52 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യണത്. അപ്പോൾ 54 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ വന്നിട്ട് 7.5 മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ, 7.5 അപ്പോൾ ഇനി കൈക്കുഴി നമുക്ക് 7.5 തന്നെയാണ് വേണ്ടത്. 7.5 അല്ല, 8 എടുക്കാം. നൈറ്റി ആകുമ്പോൾ ഒരു 1 ഇഞ്ച് കൂട്ടിയെടുക്കണം കേട്ടോ. ചുരിദാറൊക്കെ ആകുമ്പോൾ ഷോൾഡർ തന്നെയാണ് കൈക്കുഴി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ കോർണർ ഭാഗത്തുണ്ടല്ലോ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മൾ കൈക്കുഴി കണക്ട് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് അളവ് നമുക്ക് 44 ഇഞ്ചിൻ്റെയാണ് നൈറ്റി തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 44ൻ്റെ 4/1 കേട്ടോ 11. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വരക്കുമ്പോൾ തുണി കട്ട് ചെയ്തേക്കണോണ്ടേ മാറണണ്ട. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 15 ഇഞ്ച് ഹാഫ് പോർഷനിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗം നമുക്ക് ഇപ്പോൾ ചെസ്റ്റ് 11 ആണെങ്കിൽ വേസ്റ്റ് 10.5 ഇഞ്ച് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് മൈനസ് ചെയ്താൽ മതി. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇനി ഇതിങ്ങനെ കണക്ട് ചെയ്ത് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കുക. വരക്കുമ്പോൾ ഒരുപാട് അറ്റത്തേക്ക് വരക്കരുത് കേട്ടോ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയർ കുറഞ്ഞു പോവും. ഇനി സ്റ്റിച്ചിങ് മാർക്ക് കൂടെ ഞാനിപ്പോൾ ഇത് മാർക്ക് ചെയ്തതൊക്കെ ഞാൻ അകത്ത് മടക്കിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കണേ. ഞാൻ കാണിച്ചു തരാം. ഇതാ വെട്ടേഷണങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ, നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു നൈറ്റി വെട്ടിയത് വെറുതെ ആയി പോവില്ല. ക്യാമറയ്ക്ക് എന്തോ പറ്റിയതാണ്, അതായത് ഫോണിന് എന്തോ പറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി വെട്ടണത് ഇതാന്ന് നോക്കിയേ, ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടും കേട്ടോ. കാര്യങ്ങൾ അറിയാനായിട്ട് ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഇത്തിരി ബൾജ് ചെയ്ത് വരണതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം കേട്ടോ. അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞാലും ആ ബൾജിങ് അവിടെ തന്നെ നിൽക്കും. ജസ്റ്റ് ഒരു ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീളത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. കണ്ടെങ്കിനായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് 3 നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ 3:20 ബിറ്റായിരുന്നു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് കൈയാണ് വെട്ടേണ്ടത്. അപ്പോൾ കൈ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടണുണ്ട്. ഇത്രയും ബാലൻസ് കിട്ടും. സാധാരണ നൈറ്റി വെട്ടിയാൽ ഇത്രയൊന്നും ബാലൻസ് വരില്ല. 3:20 ബിറ്റാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നിവർത്താൻ നോക്കിയപ്പോഴത്തേക്കേ മടക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തേ നല്ല വശം പുറത്താക്കിയിട്ടൊന്ന് മടക്കാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ മടക്കം പിടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ അത് മടക്ക വശം മുകളിലാക്കിയിട്ട് വന്നാലാണ്, അതായത് താഴേന്ന് അളന്ന് വെട്ടിയല്ലോ നമ്മൾ നൈറ്റി വെട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇന്നെങ്കിലാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത സ്ലീവ് 3/4 സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെ അവിടെ വെച്ച് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് നൈറ്റി വെട്ടണവർക്കൊക്കെ അറിയാമായിരിക്കും, എന്നില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറയണത്. അപ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റിച്ചിങ് കാണിക്കണില്ല കേട്ടോ, സ്റ്റിച്ചിങ് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അതാണെങ്കിൽ ഒരു 17 ഇഞ്ചോളം ലെങ്ത്ത് കിട്ടേണ്ട അത്രയും മതി. ഇനി കൈൻ്റെ മോൾ ഭാഗം വീതി കൂടുതലാണല്ലോ, അത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് എടുക്കാം. നമുക്കിവിടെ ഒരു 9-9.5 ഇഞ്ച് വരെ, അതായത് നമ്മുടെ കൈക്കുഴി എത്രയാണോ അതിനേക്കാൾ 1-1.5 ഇഞ്ചോ കൂടുതൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒരു 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ കൈക്കുഴി ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇനി താഴെ നിങ്ങളുടെ ആ പോയിന്റിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുക. എത്രത്തോളം കൈവണ്ണം വേണം നോക്കിയിട്ട് വേണം കേട്ടോ വരക്കാനായിട്ട്.
കുറഞ്ഞു പോകരുതേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ഒട്ടും ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് കൈ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വെട്ടണത് കാണിച്ചു തരാം. അത് 2.90 ബിറ്റ് കിട്ടൂലേ, 2.90 എന്ന് പറഞ്ഞിട്ട് നൈറ്റി ബിറ്റ്. ഇത് 3.20 3.20 ആണെങ്കിലാണ് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് കൈ കിട്ടണം കേട്ടോ, 3/4 അടിക്കാനായിട്ട്. മറ്റേത് ഹാഫ് സ്ലീവിന് പറ്റും, പക്ഷേ 3/4 അടിക്കണമെങ്കിൽ കുറച്ചൊരു കഷ്ടപ്പാടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 3 നൈറ്റി തയ്ക്കാനാണ് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നത്. ഇതൊക്കെ നമുക്ക് സെയിലിന് ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പം മെറ്റീരിയലൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2-3 നൈറ്റിക്ക് ഓർഡർ വന്നപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്, അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് എടുക്കും. എന്നിട്ട് ഞാൻ അവരുടെ അളവിൽ തയ്ച്ചു കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് പീസ് നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടണമല്ലോ, അതിനായിട്ട് ഇതാ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെട്ടിയാൽ മതി കേട്ടോ, ഒരുപാടൊന്നും കുഴിച്ച് വെട്ടണ്ട. ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റ് വാങ്ങിക്കില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൈക്കുഴി വെട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അത് ഇടുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ കൈക്കുഴി ഇറങ്ങി കിടക്കണ പോലെയൊക്കെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഇപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നമ്മളൊന്ന് കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ദാ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. നെക്കൊക്കെ നമുക്ക് പിന്നീട് വെട്ടാം കേട്ടോ. നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിപ്പോൾ ഒരെണ്ണം വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് മറ്റേത് വെട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി എടുത്തേക്കണത് ഒരു പിങ്ക് കളറും പിന്നെ ഒരു ഗ്രീൻ കളറുമാണ് കേട്ടോ. രണ്ടും ഒരേപോലെ തന്നെയാണ്, കളർ വ്യത്യാസം എന്നേ ഉള്ളൂ. പക്ഷെ മെറ്റീരിയൽ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്, വർദ്ധമാൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. പ്രിൻ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ലോങ്ങിൽ നിങ്ങൾക്ക് പ്രിൻ്റ് കാണില്ലെന്നേ ഉള്ളൂ. ഇതിന് നമുക്ക് നീളത്തിൽ 4 മടക്കിയിടാം. അതിന് ശേഷം മറ്റേ നമ്മൾ വെട്ടി വെച്ച നൈറ്റി ഉണ്ടല്ലോ, വെട്ടി വെച്ച നൈറ്റിയുടെ പീസ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരേപോലത്തെയൊക്കെ വെട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരെണ്ണം വെട്ടുക. അതിന് ശേഷം പിന്നീട് വെട്ടാനുള്ളതൊക്കെ എടുത്തിട്ടിട്ട് കറക്റ്റാക്കി ഇട്ടതിന് ശേഷം ആദ്യം വെട്ടിയതിൻ്റെ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ബാക്ക് പീസാണ് ഞാൻ എടുത്തത്. ആദ്യം ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ, കൈക്കുഴി കുഴിച്ച് വെട്ടിയേക്കണേണല്ലോ. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്, അത് മാറ്റിയിട്ടുണ്ട്. അതാ ബാക്ക് പീസ്. അപ്പം നമ്മൾ പിങ്കും ഗ്രീനും 4 മടക്കിയിട്ടേക്കാണ് കേട്ടോ നീളത്തിൽ. ഇതിൻ്റെ നമ്മൾ ആ ഒരു ഓപ്പൺ സൈഡിൽ നിന്നാണ് തുടങ്ങണത്. കണ്ട പിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ സൈഡിൽ നിന്നാണ് നമ്മൾ ഈ നൈറ്റ് മുകളിലേക്ക് വെക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് ഇത്തിരിയെങ്കിലും പീസ് കിട്ടണമെങ്കിലോ. അപ്പോൾ അതാണെനിക്ക് ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു ഇച്ചിരി ഉള്ളൂ കണ്ടോ. ഒരു 2 ഇഞ്ചൊക്കെ അവിടെ കൂടുതൽ കിട്ടണുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് വെട്ടണമെങ്കിൽ ഒരുപാട് വേസ്റ്റും പോവില്ല. അപ്പോൾ നമ്മളിങ്ങനെ 2-3 ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്പർ കണ്ടല്ലോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ. ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കേട്ടോ. നോക്കിയിട്ട് താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നിസ്സാരമായ ഫീസ് കൊണ്ട് അടിപൊളിയായിട്ട് തയ്യൽ പഠിപ്പിച്ച് തരും കേട്ടോ. ഒരുപാട് പേര് പഠിച്ചു, ഒത്തിരി നാളായി ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്, പഠിച്ച് കഴിഞ്ഞ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ആ സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞത് മറക്കരുത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ. ഞാൻ ആ വീഡിയോ ഉണ്ടല്ലോ, സൗണ്ടിൽ ഇത്തിരി പ്രശ്നം വന്നിട്ട് രണ്ടാമത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൗണ്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൽ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നിങ്ങൾക്കൊക്കെ മെറ്റീരിയൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൈവെട്ടാനായിട്ട് ബാലൻസ് വന്നേക്കുന്ന തുണി ഇതാണ്. ഇതിനെ വെച്ചിട്ട് വേണം നമുക്ക് 3/4 കൈ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ടാസ്ക്കുള്ള കാര്യം തന്നെയാണ്, എങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കണമല്ലോ, ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ജോയിൻറ്റ് വരുന്നേ ഉള്ളൂ, നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നേ. പിന്നെ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ കഴുത്തിൽ വെക്കാനൊന്നും അടിപ്പീസൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മളത് എക്സ്ട്രാ വേറെ തുണി, അതായിരിക്കും നമ്മൾ നൈറ്റി വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഴുത്തിൽ കണ്ടിട്ടില്ലേ വേറെ നൈറ്റിയുടെ പീസായിരിക്കും ഉണ്ടാവുക. അതിങ്ങനെയൊക്കെ വരുമ്പോൾ കട്ട് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ തന്നേക്ക് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നോക്കുകയാണ് എങ്ങനെ വെച്ചാൽ ആ കൈ റെഡിയായി കിട്ടുമെന്ന്. പിന്നെ ഇതാ ഈ പീസ് എടുത്തിട്ട് നമുക്ക് കൈൻ്റെ തുമ്പത്തേക്കൊക്കെ വെക്കണം. പിന്നെ ഈ സൈഡിൽ നിന്നുള്ള പീസ് കൊടുത്തിട്ടും വെക്കണം. അപ്പോൾ 2 ജോയിൻ്റ് എന്തായാലും വരും. അപ്പോൾ ജോയിൻ്റ് വന്നാലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് നമുക്ക്. ചിലർക്ക് 3/4 തന്നെ വേണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിവശത്ത് വെക്കാനായിട്ട് ആ പീസ് തികയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ ഇട്ടല്ല, വെട്ടിക്കഴിഞ്ഞിട്ട് അത് എടുത്ത് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചാൽ തികഞ്ഞില്ലെങ്കിലോ. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ചെറിയൊരു അബദ്ധം പറ്റിയെങ്കിലും അബദ്ധമൊക്കെ മാറ്റിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. 93K ആയിട്ടുണ്ട്. അപ്പോൾ 1,00,000 ആവാനായിട്ട് കുറച്ചുകൂടെ മതി, ഒരു 7,000 ഒക്കെ മതിയാവും. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് 1,00,000 ആക്കാമെന്നേ. ആ പ്ലേ ബട്ടൺ എങ്ങനെ ഇരിക്കണേന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൈ കിട്ടിയാലല്ലേ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യണ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക്